നല്ല കുക്കാണോ? രഹനത്ത് നല്ല കുക്കാണോ? നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. എനിക്ക് ഇഷ്ടമാണ്. ആരാണ് കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കാറ്? അല്ല, അത് ഞാൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഫിഷ് ബിരിയാണിയോ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ക്രൈസ് എന്ന് പറയുന്ന നെയ്ച്ചോറ്, ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും. വെജും നോൺ വെജും എല്ലാം ഇവിടെ പോവും. ഇക്കടെ ഫേവറേറ്റ് ഡിഷ് ഏതാ? അല്ല, ആദ്യമൊക്കെ ബിരിയാണി ആയിരുന്നു ഇഷ്ടം. അങ്ങനത്തെ വലിയ വലിയ അങ്ങനത്തെയൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അപ്പൊ ഇപ്പൊ വെജ് മിക്സ് ചെയ്തിട്ട് പുട്ടൊക്കെ ആക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം വെജിറ്റബിൾസ് ആണ് ഇപ്പൊ കൂടുതലും. അല്ല, പുട്ടിന്റെ അകത്ത് വെജിറ്റബിൾ മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ചുടുന്നതിന് മുമ്പേ അത് മിക്സ് ചെയ്യില്ലേ, അതിൽ അങ്ങനെ വെജിറ്റബിൾ. അപ്പൊ വെജിറ്റബിൾ മാക്സിമം ഇപ്പൊ മിക്സ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ ആ ഹെവി ആയ ഫുഡിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, അതും ഇതൊക്കെ ആകണം. അപ്പൊ ഞാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ, അതായത് കളറൊന്നും മിക്സ് ചെയ്യാതെ അങ്ങനെ വീട്ടിലാക്കി കൊടുക്കും. ഏറ്റവും ഫേവറേറ്റ് ഡിഷ് എന്താ ഇത്ത ഉണ്ടാക്കുന്ന കൂട്ടത്തില്? അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല, കാരണം കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം ടേസ്റ്റ് ആയതുകൊണ്ട്, എല്ലാം അടിപൊളി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ചിലതൊക്കെ നമുക്ക് പരീക്ഷണങ്ങളായിട്ട് പല സംഭവങ്ങളും വരും. എന്നിട്ട് ആ പേര് നമ്മൾ അപ്പോൾ ഒരു പേര് ഇടേണ്ടി വരും. അതൊക്കെ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ കുട്ടികൾ എല്ലാ ഫുഡും ഒന്നും എടുക്കില്ല. ചിലപ്പോൾ കടല അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അവര് ഈ പ്രായത്തിൽ കഴിക്കേണ്ടതായ പല സാധനങ്ങളും അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, മിക്സിയിലൊക്കെ അരച്ച് ഇവർക്ക് ഇഷ്ടമുള്ള കടലൊക്കെ അരച്ച് വരുമ്പോ പ്രോട്ടീൻ അകത്ത് ചെല്ലാന്നുള്ളതാണ് നമ്മുടെ കടലക്കറി വെച്ചാൽ ഗ്രേവി മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ കടലക്കറിയില് കടല മാക്സിമം എടുത്ത് ഞാൻ അരച്ച് ഗ്രേവി മൊത്തം കടലയായിരിക്കും. ഇക്കാരെ പറ്റിച്ചിട്ടുണ്ടോ ഇതേപോലെ? ഇക്കൊക്കെ ഇഷ്ടമില്ലാത്ത ഫുഡ് കൊടുത്തിട്ട്? ഇല്ല, അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ ഫുഡിന് എന്തെങ്കിലും ഒരു ട്രബിൾ വന്നാൽ പോലും കംപ്ലൈന്റ് പറയും. പക്ഷെ എന്റെ ഉപ്പയൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ശരി, അയ്യോ അത് ശരിയല്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫുഡ് വേണം ഉപ്പയ്ക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും കണ്ടേക്കണം ഉമ്മയെടുത്ത്, ഇതിനെന്താ എരിവ് കുറഞ്ഞു പോയത്, കുറച്ചുകൂടി അങ്ങനെയൊക്കെ സംസാരിക്കണ ഒരാളാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ട്, അത് ഫിഷാ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവത്തിൽ നിൽക്കുമ്പോൾ നവാസ്കാക്ക് എന്ത് കൊടുത്താലും ഒന്നും പറയില്ല. പക്ഷെ നവാസ്ക അങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ട്. നമ്മള് എനിക്ക് തോന്നുന്നത് കലാഭവനിൽ നമ്മൾ ജോയിൻ ചെയ്ത സമയം മുതൽ ഞാൻ അതിനുശേഷമാണ് മറ്റുള്ള വേൾഡ് ടൂർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളതൊക്കെ കലാഭവൻ്റെ ഇതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചപ്പാത്തി കണക്ട് ചെയ്ത ചപ്പാത്തി മാത്രം വരുന്നു, പിന്നെ കിഴങ്ങ് വെച്ചുള്ള കറികൾ വരുന്നു, തൈര് കണക്ട് ചെയ്ത് വരുന്നു. അങ്ങനെ അന്നൊന്നും നമുക്കത് ശരിയായ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷേ പിന്നീട് നമ്മളറിയാതെ പല ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ചെറിയൊരു മിസ്റ്റേക്കുള്ള ഒരു ഫുഡ് വന്നാൽ പോലും നമുക്കത് നമ്മളറിയുന്നില്ല, നമ്മളത് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് വന്ന് ഒരുപാട്. അപ്പം അങ്ങനെ വെച്ചാൽ പല സ്ഥലങ്ങളിലും നമ്മൾ പോയി കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഫേവറേറ്റ് ഇന്ന സംഭവം അങ്ങനെ ഇല്ല. പിന്നെ പൊതുവേ നാസ്ക പുറത്തൊക്കെ പോയി ഇപ്പോൾ ഫ്രണ്ട്സ് എവിടെയെങ്കിലുമൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ നാസ്ക എന്ത് കഴിച്ചാലും നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും നന്നായിരുന്നു എന്ന് പറയും. അത് നവാസ്കയുടെ ഒരു ആതിഥ്യ മര്യാദയാണ്, ഒരു ക്വാളിറ്റിയാണ്. അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ വളരെ മോശമായ ഫുഡായിരിക്കും. അപ്പൊ ഞാനൊക്കെ ഞെട്ടിട്ടേ, പക്ഷെ അല്ല ഓരോരുത്തരുടെ രീതി അനുസരിച്ചല്ലേ. അവർക്ക് ചിലർക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്, ചിലർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. പക്ഷെ നമുക്ക് വിശപ്പടക്കം, അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്ത് മോളും ഇതുപോലെ തന്നെയാണ്. ആരെന്ത് വെച്ചാലും ഇപ്പൊ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് ഇഷ്ടമായില്ലെങ്കിൽ ഉമ്മച്ചി ഈ ഫുഡ് ആരുണ്ടാക്കിയതാ, ഞാനുണ്ടാക്കിയതാ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടാ, പക്ഷെ എനിക്കിപ്പോ ഇത് വേണ്ട. അവൾക്ക് ഇഷ്ടമായില്ല, പക്ഷെ അവൾ പറയില്ല, നന്നായിരുന്നു എന്ന് പറയും. അപ്പൊ ഒരു ദിവസം ഇവള് ഇതുപോലെ ഏതോ ഒരു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ആരോ പറഞ്ഞു എന്ന്, അപ്പൊ മോളുടെ ഉമ്മ ഇത്രയും മോശമായിട്ടാണോ ഫുഡ് ഉണ്ടാക്കണേന്ന്. അത് അവൾക്ക് ഭയങ്കര ഷോക്കായി പോയി. മോള് എൻ്റെ അടുത്ത് അതെന്താ അങ്ങനെ പറഞ്ഞു. അപ്പൊ മോള് എല്ലാരോടും നന്നായി പറയുമ്പോ അപ്പൊ അവര് ചോദിക്കുന്നത്, അപ്പൊ മോളുടെ ഉമ്മ ഇത്രയും മോശമായിട്ടാണോ ഇഷ്ടപ്പെട്ടു, അപ്പൊ അത് മറ്റേതിലും മോശമാണോ, ഇപ്പൊ ഈ മോളുടെ ഉമ്മ മോശമായിട്ടാണോ ഫുഡ് ഉണ്ടാക്കണേന്ന് ചോദിച്ചു. അങ്ങനെ വന്ന് പറഞ്ഞു. മേ ബി നമ്മളോട് സ്നേഹത്തോടെ ഉണ്ടാക്കി തരുന്നവരെ വിഷമിപ്പിക്കേണ്ട ഒരു ഇതായിരിക്കും അല്ലേ അത്. അബ്ദുൽ കലാം അവരുടെ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് വരുന്ന വെച്ചാൽ ചെറുപ്പത്തിൽ ഇങ്ങനെ
ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഇരുന്ന് കഴിക്കുക, ഉമ്മ ഉണ്ടാക്കിയ ചപ്പാത്തി അവർ മക്കളെല്ലാവരും ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. അതായത് കരിഞ്ഞു പോയി, വായിൽ വെക്കാൻ പറ്റില്ല, കഴിച്ചിട്ട് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ വാപ്പ ഇരുന്നിട്ട് വളരെ ഈസി ആയിട്ടത് കഴിക്കുകയാണ്, വയറ് നിറച്ച് കഴിച്ചു, കിടന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ സാർ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കാം, വാപ്പ എന്താണ് അത് ഇത്രയും മോശപ്പെട്ടൊരു ചപ്പാത്തിയല്ലേ ഇന്ന് തന്നത്, എന്നാലും വാപ്പ എങ്ങനെ ഒരു കുഴപ്പമില്ല കഴിച്ചു തന്നത്. അപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ വീടിനകത്ത് എല്ലാ ജോലികളും ചെയ്ത്, അത് അടിച്ചു വാരുന്നത്, വാഷ് ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്ന തുടങ്ങി എല്ലാ പണികളും ചെയ്യുന്ന ആളാണ് എൻ്റെ ഉമ്മ. ആ ഉമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തന്നതാണ് ഇന്നത്തെ അത്താഴം. ഒരുപാട് കഷ്ടപ്പാടിൻ്റെ വേദനയുടെ ഇടയിലാണ് നമുക്കത് ഉണ്ടാക്കി തരുന്നത്. ആ സ്വാദ് ആസ്വദിക്കാൻ നമുക്ക് പറ്റണം എന്ന് പറയുന്നൊരു വല്ലാത്തൊരു നമ്മൾ ടച്ച് ചെയ്യുന്ന സംഭവമാണ്. അതെ.